അരിത്മെറ്റിക് സീക്വൻസിലെ മറ്റൊരു ചോദ്യമാണ്. പ്രോബ്ലം നമ്പർ 5. ഹൗ മെനി 3-digit numbers are there which leaves a remainder 3 on division by 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്ന എത്ര 3-digit numbers ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന 3-digit numbers നമ്മൾ എഴുതുകയാണെങ്കിൽ അതൊരു സീക്വൻസ് ആയിട്ടാണ് വരിക. ഇത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസിനെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടും എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് 3 ഡിജിറ്റ് വരുന്നത് 100 ആണ്, പിന്നെ 101, 102 അങ്ങനെ പോയി 999 വരെ വരും. ഇതാണ് 3-digit numbers വരിക. ഇത് എത്ര എണ്ണമെന്നല്ല ചോദ്യം, പകരം എന്താണ് ചോദ്യം, ഇതിൽ തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് എത്ര ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. അത് അല്ല, ആദ്യത്തെ നമുക്കിവിടെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് 3-digit നമ്പർ 100 ആണ്. ഫസ്റ്റ് 3-digit നമ്പർ വിച്ച് ലീവ്സ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7 101 വരിക. അതെങ്ങനെ വരിക? അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്യാവുന്ന കൂടി. നമ്മളെന്ത് ചെയ്യുന്നു, അല്ല ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. ഇവിടെ നമ്മൾ നോക്കുക, 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും അല്ലേ, 2 കിട്ടും. പക്ഷെ നമുക്ക് റിമൈൻഡർ എന്താ വേണ്ടത്, 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 ആഡ് ചെയ്യണം. അത് 100ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അപ്പോൾ 101 വരും. ഓക്കെ, അപ്പോൾ 101 ആണ് എന്ത്, ഫസ്റ്റ് നമ്പർ. ഏത് നമ്പർ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഫസ്റ്റ് നമ്പർ 101 ആണ്. ഓക്കെ, ഇനി അതുപോലെ ലാസ്റ്റ് 3-digit നമ്പർ 999 ആണ്. പക്ഷേ നമുക്കതല്ല അറിയേണ്ടത്. നമുക്കെന്താ അറിയേണ്ടത്, അതിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പറാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 999 നമ്മൾ എന്ത് ചെയ്യുന്നു, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് റിമൈൻഡർ 5 ആണ് വരിക അല്ലേ. പക്ഷെ നമുക്ക് റിമൈൻഡർ 3 ആണ് വരേണ്ടത്. അപ്പോൾ 2 എക്സ്ട്രാ ആണ് ഇവിടെ അല്ലേ, 2 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്പറിൽ നിന്ന് നേരത്തെ 1 ആഡ് ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്പർ 997 വരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്പർ, ആ സീക്വൻസിലെ ലാസ്റ്റ് നമ്പർ വരിക 997 എന്ന് കിട്ടും. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരിക, 101, 108 ആൻഡ് 997 എന്ന് കിട്ടും. ഇതാണ് സീക്വൻസ്. ഇതിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്താ വരിക, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. കാരണം നമ്മൾ 7 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോമൺ ഡിഫറൻസ് വരിക. ഇനി നമുക്കത് എത്ര ടേംസ് എന്ന് അറിയണം, എണ്ണാൻ പറ്റുമോ, 1, 2 അല്ലേ. അതിൻ്റെ ഇടയിൽ കുറേ ടേംസ് ഉണ്ട്, ഇത് ലാസ്റ്റ് ടേം ആണ്. നമുക്കൊരു സീക്വൻസിലെ ടേംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ, നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു എന്താണത്, ലാസ്റ്റ് ടേം ബൈ ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 997 മൈനസ് 101 ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 7 പ്ലസ് 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 128 പ്ലസ് 1 129 എന്ന് കിട്ടും. അപ്പോൾ ഇതിലാകെ എത്ര ടേംസ് ഉണ്ട്, 129 ടേംസ് ഉണ്ട്. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന 129 ടേംസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, താങ്ക് യു.